കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണത്തിൽ ഞെട്ടിനിൽക്കുകയാണ് രാജ്യം. ബാംഗ്ലൂരിലെ ഓഫീസിൽ നടന്ന ഇൻകം ടാക്സ് റെയ്ഡിനിടെ സ്വയം നിറയൊഴിച്ചാണ് റോയി മരണത്തിന് കീഴടങ്ങിയത്. മരണകാരണം അജ്ഞാതമായി തുടരുന്നതിനിടെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കർണാടക സർക്കാർ. കേന്ദ്ര സർക്കാർ ഏജൻസിയായ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഒരു ബിസിനസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതേണ്ടതില്ലെന്നും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു കഴിഞ്ഞു. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെയും അതിന് ഉത്തരവിട്ട മേലുദ്യോഗസ്ഥരെയും ഒന്നൊന്നായി നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും ശിക്ഷ വാങ്ങി നൽകണമെന്നും DK ശിവകുമാർ ഉറപ്പു നൽകി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആദ്യം പ്രതികരിച്ചവരിൽ ഒരാളാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നതിനിടയിൽ ഉദ്യോഗസ്ഥർ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചതിനു പിന്നാലെ 5 മിനിറ്റ് സമയം നൽകണമെന്നാവശ്യപ്പെട്ട് മുറിക്കുള്ളിലേക്ക് കയറിയാണ് റോയ് ജീവനൊടുക്കിയതെന്ന് DK ശിവകുമാർ വെളിപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പീഡനമുണ്ടായെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും കേരളത്തിൽ നിന്നെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് പരിശോധന നടത്തിയതെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു. CJ റോയ് നല്ല വ്യവസായിയായിരുന്നുവെന്നും ഇത്തരമൊരു സംഭവം ഒരിക്കലും ഉണ്ടാകരുതായിരുന്നുവെന്നും ശിവകുമാർ പറഞ്ഞു. പിന്നാലെയാണ് ഉത്തരവാദികളായവരെ ഒന്നൊഴിയാതെ അറസ്റ്റ് ചെയ്യണമെന്ന് DK ശിവകുമാർ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംഭവത്തിൽ കർണാടക സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തുമെന്നും സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും DK ശിവകുമാർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ കർണാടകയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ബാംഗ്ലൂർ വിട്ടാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആഭ്യന്തര വകുപ്പിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ ജോയുടെ സംസ്കാരം മാറ്റിവെച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ വിദേശത്ത് നിന്നെത്താൻ വൈകുന്നതിനാലാണ് സംസ്കാരം മാറ്റിവെച്ചത്. സഹോദരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോറമംഗലയിലെ ദേവാലയത്തിലാണ് സംസ്കരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 9 മണിയോടെ ബംഗളൂരു ബോറിംഗ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കോറമംഗലയിൽ എത്തിച്ചു കഴിഞ്ഞു. DK ശിവകുമാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അന്വേഷണ ഏജൻസിയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് സഹോദരൻ CJ ബാബു ആരോപിച്ചു. റോയ്ക്ക് കടമോ ബാധ്യതയോ ഭീഷണിയോ ഒന്നുമില്ല. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുടുംബത്തിന് അറിയാമായിരുന്നു. 3 ദിവസമായി ആദായ നികുതി ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നെന്നും CJ ബാബു പറഞ്ഞു കഴിഞ്ഞു. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് CJ റോയിയുടെ സന്തത സഹചാരി അബിൻദേവും പറഞ്ഞു. ഈ മാസം ആദ്യം മുതലാണ് IT-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇൻകം ടാക്സിൽ നിന്ന് വലിയ സമ്മർദ്ദമില്ലാതെ ആത്മഹത്യ ചെയ്യില്ലെന്ന് അബിൻദേവ് പറഞ്ഞു. ഏതായാലും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന് കർണാടക സർക്കാർ വാക്ക് നൽകിയതിന്റെ ഉറപ്പിൽ നാളെ റോയിയെ സംസ്കരിക്കുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്.